ശ്രീജിത് പണിക്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. 8 മണി വരെ മാത്രമേ ശ്രീജിത് പണിക്കർ ഇവിടെ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ തുടരെ ശ്രീജിത് പണിക്കരോട് ചോദിക്കേണ്ടതുണ്ട്. ശ്രീജിത് പണിക്കർ, വളരെ സന്തോഷമുള്ള അഭിമാനിക്കാവുന്ന വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ ശ്രീ സതീഷ് ഗോപി പറഞ്ഞത് അനുസരിച്ച് കൊളംബോയിൽ നിന്ന് ഒരു ചെറുകപ്പൽ വന്നു, അവിടെ കണ്ടെയ്നർ അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി സിംഗപ്പൂരിൽ നിന്ന് വരും നാളെ പല തുറമുഖങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരികയാണ് ചെറുകപ്പലുകൾ. തുടക്കത്തിൽ വലിയ സന്തോഷമാണ് നമുക്ക്, കാരണം ആ ഒരു കയറ്റുമതി ഇറക്കുമതി ഒരു പ്രോസസ്സ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ആ സന്തോഷത്തിനിടെയും നമുക്ക് ചിലത് പറയാതെ പറ്റില്ലല്ലോ. ഇത് നെഗറ്റീവല്ല, നമ്മൾ ഈ സൗകര്യങ്ങളിലേക്ക് ചെന്നിറങ്ങിയേ പറ്റൂ. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുറ്റുവട്ടം പാകപ്പെട്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത് കൂടുതലായിട്ട് ഇനിയും പാകപ്പെടേണ്ടതുണ്ട്, പരുവപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് കൂടുതലായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ഉണ്ടാകേണ്ടതാണ്. അത് തന്നെയുമല്ല, കുറേയധികം ആശങ്കകൾ അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളിടയ്ക്ക് അത് ചില സമര പദ്ധതികളായിട്ടും പ്രതിഷേധമായിട്ടും സംഘർഷമായിട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും, അത് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ തൊഴിലവസരങ്ങളാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളാണെങ്കിലും ഇതിനെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ സോൾവ് ചെയ്തതിനു ശേഷം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗവേണൻസിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ നമ്മളിതൊരു വലിയ നേട്ടമാണ് എന്ന് പറയുമ്പോൾ പോലും ലോകത്തുള്ള ഏറ്റവും വികസിതമായിട്ടുള്ള തുറമുഖങ്ങളുടെ കപ്പാസിറ്റിയുടെ അടുത്തേക്ക് പോലും നമ്മൾ എത്തുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതിനെ നമ്മൾ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിന് ചുറ്റുമായിട്ട് ഒരു ഇത്തരത്തിലുള്ള മദർ പോർട്ടുകളുടെ ഒരു ശൃംഖല തന്നെ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ നമുക്കൊരു മദർ പോർട്ട് വരുന്നുണ്ട്, അതേപോലെ മഹാരാഷ്ട്രയിൽ ഒരു മദർ പോർട്ട് വരുന്നുണ്ട്, ഗുജറാത്തിൽ നമുക്കുണ്ട്. പിന്നെ വളരെ കൃത്യമായിട്ട് വിഴിഞ്ഞത്തിന്റെ ഒരു പൊസിഷൻ കൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് ഉള്ള ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറുകപ്പലിലേക്ക് കണ്ടെയ്നർ മാറ്റിയതിനു ശേഷം അതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള നമ്മുടെ സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് ജിയോഗ്രാഫിക്കലായിട്ടുള്ള നമ്മുടെ ഒരു അഡ്വാൻറ്റേജും ഈ ശൃംഖലയുടെ ഒരു ബലവും കൂടി പരിഗണിക്കുമ്പോൾ മാത്രമേ നമുക്കിത് എപ്പോൾ ലാഭകരമാകും, ഇതിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എപ്പോൾ എത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടെ വേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഈ പോർട്ട് ഇപ്പൊ സജ്ജമായി കഴിഞ്ഞു, മാസങ്ങൾ കഴിയുമ്പോൾ ചോദിച്ചോട്ടെ, അതായത് ഈ കരമാർഗമുള്ള ചരക്കു നീക്കത്തിനല്ല പരിഗണനയെന്ന് അല്ലെങ്കിൽ മുൻഗണനയെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. അതൊരു ജാമ്യം എടുക്കലാണ്. അല്ല, അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. കാരണം ഇതിന്റെ കരമാർഗം പോലുമുള്ള കുറേയധികം അടിസ്ഥാന സൗകര്യ വികസനം ഇതിന്റെ ഭാഗമാണ്. ഇതൊരു ട്രാൻസ് കണ്ടെയ്നർ ഷിപ്പ് ടെർമിനലാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പല മാർഗങ്ങൾ വഴി ഇത് കൊണ്ടുപോകാം. കരമാർഗത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്കിപ്പോ അതിന്റെ റോഡ് വികസനം, അപ്രോച്ച് റോഡ് എങ്ങനെയാണ്, മറ്റുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്, ഇത്രയും വലിയ കണ്ടെയ്നർ ടെർമിനൽ ആകുന്ന സമയത്ത് നമുക്ക് കരമാർഗം എത്രത്തോളം കപ്പാസിറ്റി പെട്ടെന്ന് കൊണ്ടുപോകാം തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ഇന്ത്യയുടെ അടുത്തുള്ള മറ്റ് പോർട്ടുകൾ, ഇപ്പോൾ ദുബായ് പോർട്ടിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോർട്ടിനെ പറ്റിയാണെങ്കിലും ഒക്കെ പറയുമ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടേക്ക് കപ്പൽ എടുത്തതിന് ശേഷം അത് പിന്നീട് മറ്റെവിടേക്കൊക്കെയാണോ പോകേണ്ടത് അത് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം കൂടി അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരത്തേക്ക് അടുക്കുന്ന കപ്പലുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും തന്നെ ഒരുപക്ഷെ അവിടെ തീരത്ത് അണയുന്നതിനോ അത് പിന്നീട് ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനോ ഒന്നും തന്നെ കഴിയാതിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രയോജനപ്രദമാണ് എങ്കിലും അതിന് ഏതൊക്കെ മാർഗങ്ങൾ വഴി അതിനെ പിന്നീട് ഇതിന്റെ ആ ഒരു ഫുൾ സപ്ലൈ ചെയിനിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള മാർഗങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനുള്ള വികസനം എന്ന് പറയുന്നത് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം ടെർമിനൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവിടെ ആ കണ്ടെയ്നർ ടെർമിനൽ വരുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം പോലെ വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഏറ്റവും പ്രധാനം സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ മറ്റ് വികസനങ്ങൾ വരേണ്ടതാണ്. കാരണം ഇത്രയും വലിയൊരു കപ്പാസിറ്റി അവിടെ വരുന്നു, അതിൽ കുറെ ഭാഗമെങ്കിലും നമ്മൾ റോഡ് മാർഗമാണ് കൊണ്ടുപോകേണ്ടത് എങ്കിൽ അതിനു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ, അതിന് വേണ്ടുന്ന റോഡുകൾ നമുക്കുണ്ടോ, അതിന് വേണ്ടുന്ന അപ്രോച്ച് റോഡുകൾ നമുക്കുണ്ടോ, അത് എത്ര സമയം കൊണ്ട് പൂർത്തിയാകും, അതിന് വേണ്ടുന്ന കപ്പാസിറ്റി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. അതല്ല